പാർട്ടി നേതാവ് ഞങ്ങളുടെ മുഖത്തിൻ്റെ രൂപത്തിനെക്കുറിച്ച് കമൻ്റ് അടിക്കാൻ വരണ്ട. സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടി രാഹുൽ വിഷയം ഉയർത്തി കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ കോൺഗ്രസും UDFും രംഗത്തുണ്ടാകും. ഇതിൻ്റെ പേരിൽ UDFിനെ ഇലക്ഷനിൽ പരാജയപ്പെടുത്താമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതണ്ട. അക്കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല. നിരപരാധിത്വം രാഹുൽ തെളിയിക്കുന്നതുവരെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല. ഒരു സ്ത്രീ അവൾക്കുണ്ടായ പ്രശ്നങ്ങൾ, അവളുടെ ഭ്രൂണഹത്യ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡ് സഹിതമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള കൊണ്ട് പ്രതിരോധിക്കാനാകുന്നത്? ഒരു സ്ത്രീയുടെ മാനത്തിനെയാണ് സ്വർണ്ണക്കൊള്ള കൊണ്ട് പ്രതിരോധിക്കുന്നത്? സ്ത്രീകളുടെ മാനം മുകേഷ് ചെയ്ത പ്രവൃത്തിയുടെ സ്ത്രീക്ക് മാനമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയുണ്ട്. അത് അവർക്ക് ചെയ്യാൻ അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെയൊന്നും പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും തെളിവുകളും പരാതിയും ഒക്കെ പുറത്തു വരുമ്പോഴും ഓരോ ഘട്ടത്തിലും ഇത് പറയുമ്പോഴെല്ലാം ഈ മുകേഷിന്റെ കാര്യം പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? എന്താ മുകേഷിന് എന്താ പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തി ഒന്നും തന്നെയാണ്. രണ്ടും സ്ത്രീകളുടെ മേലെയുള്ള കളി ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷാണെങ്കിലും മാങ്കൂട്ടാണെങ്കിലും. അത് പാർട്ടിക്ക് അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ആക്ഷൻ എടുത്തു. ഇത് സ്വർണം കട്ട കള്ളന്മാരും മറ്റേ കള്ളന്മാരെല്ലാം കൂടിയിട്ട് വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് പാർട്ടി സ്റ്റാൻഡാണ്. പാർട്ടിയുടെ സ്റ്റാൻഡാണ് എനിക്കും VD സതീശനുള്ളത്. അത് തുടക്കം മുതൽക്ക് ഇന്ന് വരെയുണ്ട്. അതിലൊരു മാറ്റമില്ല. ഈ ആദ്യഘട്ടത്തിൽ നേതൃത്വം ഒന്നടങ്കം രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു നില ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പലർക്കും ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല. പുറത്തായ ആൾ പുറത്ത് തന്നെ. അക്കാര്യത്തിൽ എന്താ സംശയം? എന്താ പാർട്ടി നിലപാട് അന്നും ഇന്നും ഒന്നു തന്നെയാണ്. അത് ദിവസം കൊണ്ട് മാറുന്ന ഒരു ഏർപ്പാടുമല്ല. പക്ഷേ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നവരുടെ തനി സ്വരൂപം ഞങ്ങൾ തുറന്നു കാണിക്കും. അത്രയേ ഉള്ളൂ. ഈ രാജ്ഭവൻ ഉണർത്താൻ കഴിഞ്ഞ ദിവസം സുധാകരനെതിരെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനം പോയതടക്കം രാഹുൽ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടടക്കം വലിയ തോതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, പാർട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വീക്ഷണം മുഖപ്രസംഗം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുരളീധരൻ. കോൺഗ്രസ് നേതാവ് മുരളീധരൻ വീക്ഷണം മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ല എന്നാണ്. പാർട്ടി മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗം പാർട്ടി നിലപാടല്ല എന്നാണ് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി ഇക്കാര്യത്തിൽ തള്ളിപ്പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്കും VD സതീശനും ഈ നിലപാട് പാർട്ടി നിലപാടാണ്, ഞങ്ങൾ പറയുന്നത് പാർട്ടി നിലപാടാണ് എന്ന് ആവർത്തിക്കുന്നു. അതേസമയം തന്നെ സ്വർണ്ണക്കൊള്ളയും മുകേഷുമൊക്കെ മുന്നോട്ട് വച്ച് ഈ ആരോപണത്തെ പ്രതിരോധിക്കാനുള്ള ആ നീക്കം തുടരുകയും ചെയ്യുന്നു.